ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പപ്പായി ഗവ. പപ്പായ പേരാന്ന് നമ്മളെ മലയാളത്തിൽ അറിയപ്പെടുന്നൊരു നമ്മുടെ പേരക്കയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് വൈഫ് ഇങ്ങനെ ഗാർഡനിൽ പോയപ്പോൾ കണ്ടപ്പം എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ അണ്ണാൻ ചെറുതായിട്ടൊന്നിങ്ങനെ തോണ്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാനത് ഏതായാലും പൊട്ടിക്കാൻ പറഞ്ഞു. കാരണം ആദ്യമായിട്ടുണ്ടായ പപ്പായ പേരയാണ്. ഏകദേശം ഒരു വർഷമായി അതിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ട്. ഏകദേശം ഒരു 50 തൈയോളം ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഏകദേശം തൈകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഒരു പരീക്ഷണത്തിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് കായപിടുത്തം കിട്ടുന്നുണ്ട്. നമ്മുടെ ജപ്പാൻ പേരൻ്റെ പോലൊന്നല്ല, അത്യാവശ്യം ഇതിപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം. ഒരു ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രൂണിങ്ങും അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനം തന്നെ ആയിട്ട് നമുക്കതിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു വർഷം കൊണ്ട് ഒരു ചെറിയ തൈയാണ് ഇപ്പോൾ ഇത് ഈ ഒരു കുളത്തിലേക്കായത്. ഇപ്പോൾ തൈ കൊണ്ടവർക്കൊക്കെ അറിയാം, അവരവരുടെ വീട്ടിൽ പലരും കായ്ച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിരുന്നു. അപ്പം എന്തായാലും എൻ്റെതും അതേ ബാച്ചിലുള്ള തൈകൾ തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കായ്ച്ചത് വൈഫൊന്ന് പൊട്ടിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ മുകളിൽ തൂക്കം വരുന്നുണ്ട്. പപ്പായ പേര പപ്പായ പേര കട്ട് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സീഡ് തീരില്ല എന്നെ പറയാം. രക്ഷയില്ല, പഴുത്തിട്ടില്ല. ഒന്നും കൂടെ പഴുക്കാണ്ട്. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ ഇതാവാണ്ട് ഒരു 4 ഒരാഴ്ചത്തിന് വേണ്ടി പഴുക്കാണ്ട്. അതിന് അന്നാർക്കൊട്ടും സമ്മതിച്ചിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത ഉള്ള വെള്ളയാണ്. പപ്പായ പേരാണെന്നതിന് പേരിട്ടത് എന്തുകൊണ്ടാണെന്ന് പറയാം. പപ്പായന്റെ ടേസ്റ്റും വരുന്നൊന്നുമില്ല. ആ സൈസ് കൊണ്ടായിരിക്കും പപ്പായ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ കായാണ്. മരം വിഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ വലിപ്പം അത്രേ ഉള്ളൂ. ഇപ്പൊ കൊടുത്തിട്ട് ഒരു വർഷമായി തൈ. അപ്പൊ ബായ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്.